ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മുടെ കോഴിക്കോട്ടുകാരെ സ്വന്തം കണ്ണച്ചത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാനിവിടെ റെഡ് കളർ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ചതച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, പക്ഷേ നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് അല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ടാണ്ട് നന്നായി കുഴച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സോസൊക്കെ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണച്ചത്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കണ്ണച്ചത്തിരിയാണ്. അതുപോലെ ഈ ഒരു ഗ്രേവി അതിലേക്ക് ഭയങ്കര നല്ല അടാറ് കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓരോ ചിക്കനും പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 1/4 വേവ് മതി കേട്ടോ. കാരണം നമ്മളിത് ഗ്രേവിയിലിട്ട് ഒന്നും കൂടിയും കുറച്ച് നേരം കുക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ചിക്കന് നല്ലോണം എന്താ പറയുക വറുത്ത് കോരേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ മതി. ചിക്കന് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസോ അതുപോലെ മസാലാസോ ഒന്നും ആവശ്യമില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റിലൊക്കെ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇനി നമ്മളിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി. തക്കാളി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ തക്കാളീൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തത്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രേവി കുറച്ച് കളറാവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ച ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ അടിച്ചെടുത്ത ആ ഒരു തക്കാളി ഉള്ളിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു തക്കാളിയുടെ ഈ ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ, അതായത് തക്കാളിയുടെ ആ ഉള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ഇട്ടത്, ഈ ഒരു മിക്സിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഗ്രേവിക്ക് കിട്ടുക. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. നമുക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഇതൊന്ന് വറ്റിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡിഷാണ്, ഒരു ഗ്രേവിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അധികം എരിവോ കാര്യമോ ഒന്നും ഇല്ലാതെ എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ, ഇപ്പോൾ കണ്ണച്ചത്തിൻ്റെ കൂടെ ആയാലും പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ അത്രയും ഉറപ്പ് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.